ഈ പണ്ടത്തെ ക്രിക്കറ്റൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ സച്ചിനും ദ്രാവിഡും ഗാംഗുലിയൊക്കെ റിട്ടയർ ആയ ശേഷം ഞാൻ കളി കാണൽ നിർത്തി. ഇപ്പോഴത്തെ ക്രിക്കറ്റൊന്നും ആരും കളിക്കാനില്ല, ഒരു രസമില്ല എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞേക്കാം. ആക്ച്വലി ഇതിലുള്ള ഒരു സത്യം എന്താണ്? ഇന്ന് നല്ല കളിക്കാരില്ലാത്തതുകൊണ്ടോ ക്രിക്കറ്റിന് പണ്ടത്തെ പോലെ എൻ്റർടൈൻമെൻറ്റ് നമുക്ക് തരാൻ പറ്റാത്തതുകൊണ്ടോ അല്ല, നമുക്കിന്ന് കളി കാണാൻ സമയമില്ല. അത് പണ്ടൊക്കെ സ്കൂളിലായിരുന്ന സമയത്ത് ഇപ്പോൾ ഒരു സൺഡേ ഒരു ക്രിക്കറ്റ് മാച്ച് വരികയാണെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് ചെയ്യും? വൺ ഡേ മാച്ച് കംപ്ലീറ്റ് ഇരുന്ന് കാണും. അവിടെ ഒരു ടീമിൻ്റെ ബാറ്റിംഗ് കഴിഞ്ഞ് ബ്രേക്ക് എടുക്കുമ്പോഴേ നമ്മളും ഇവിടെ ബ്രേക്ക് എടുക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് എന്ത് ചെയ്തു? അല്ലാതുള്ള എൻ്റർടൈൻമെൻറ്റ്സ് നമുക്ക് ഒരുപാട് വന്നു. മെയിൻ കാരണം സ്മാർട്ട് ഫോൺ തന്നെയാണ്. FB ഇൻസ്റ്റൻ്റൊക്കെ ഇൻഫ്ലുവൻസും അതിൽ കാരണമാണ്. ഇത് ക്രിക്കറ്റിൽ മാത്രമല്ല, ഈവൻ ക്രിക്കറ്റ് ആയാലും സിനിമ ആയാലും പൊളിറ്റിക്സ് ആയാലും ഒക്കെ ആളുകൾ പറഞ്ഞേക്കാം ഇപ്പോഴത്തെ ഒന്നും ഒരു പണ്ടത്തെ പോലെ ഒരു പഞ്ച് കിട്ടുന്നില്ല, പണ്ടത്തെ പോലെയുള്ള ആൾക്കാരില്ല എന്നൊക്കെ. പണ്ടത്തെ പോലെയുള്ള ആൾക്കാർ ആക്ച്വലി ഇപ്പോഴും ഉണ്ട്. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് പർപ്പസുകൾ ഒരുപാട് വേറെ വന്നു. അപ്പോൾ ഇത് കാണാൻ നമുക്ക് മാക്സിമം 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ ഒക്കെ നമ്മുടെ കയ്യിൽ സ്പെൻഡ് ചെയ്യാനുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി.